ഹലോ ഗൈസ് ആൻഡ് യൂട്യൂബ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് Plague.in എന്ന ഗെയിമാണ്. ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഇതിൽ നമുക്കൊരു ബാക്ടീരിയനെ കിട്ടും. അതുകൊണ്ട് ലോകം മൊത്തം കൊള്ളാം. നമുക്ക് കളിച്ചു നോക്കാം. ലെറ്റ്സ് പ്ലേ. അപ്പോൾ നമുക്ക് വൈറസ് അൺലോക്ക് ആയിട്ടുണ്ട്. നോർമലും കൂടെ ഞാൻ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രൂട്ടലും കൂടെയാണ് ഉള്ളത്. ബ്രൂട്ടൽ ഇത്തിരി ബ്രൂട്ടസ് ആണ്, ഒരു നടപടിയില്ല. അതെന്ന് വെച്ചാൽ നമ്മളൊരു ബാക്ടീരിയനെ സ്പ്രെഡ് ചെയ്യുകയാണ് ലോകത്തെല്ലാവരെയും തീർക്കാനായിട്ട്. ഓക്കെ, വെൽക്കം ടു Plague.in. നമുക്ക് കളി തുടങ്ങാം. ഫസ്റ്റ് ഇതിനെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇടാം, സൗദി അറേബ്യ. ഇനി ഇത് ഒരാളിൽ വ്യാപിച്ചു, അല്ല ഒരാളെ പിടിവിട്ടു. ഇനി അയാൾ വേണം ഈ ലോകം മൊത്തം വ്യാപിപ്പിക്കാൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മ്യൂട്ടേഷൻസ് കൊടുക്കുക. ഫസ്റ്റ് അതിൽ ചെറിയൊരു ചുമ, പിന്നെ ഒരു ഫ്ലൂയിഡ് ബിൽഡപ്പ് ലെഗ്സിനുള്ളിൽ. ആൾക്കാർ ചുമച്ച് തുപ്പുമ്പോൾ അതുകൊണ്ട് ബാക്ടീരിയ കുറച്ചുകൂടി നന്നായിട്ട് പടർന്നു പിടിക്കും. അത്ര കൊടുക്കും ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിത് എയർ വഴി വരുന്ന എവല്യൂഷൻ കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് തുമ്മൽ വഴി വ്യാപിപ്പിക്കാം. തുമ്മിക്കോട് എല്ലാവരും നന്നായി തുമ്മിക്കോട്. പടരുന്നുണ്ട് ഈ ബോർഡർ വഴി. നമുക്ക് എയർ വഴി കുറച്ചുകൂടി നന്നായിട്ട് പടരട്ടെ. കണ്ട 55,000 61,000. വൈറലാവുന്നുണ്ട്. ഈ വീഡിയോ ഇതുപോലെ വൈറലായാൽ മതിയായിരുന്നു. ഓക്കെ, വണ്ടി പിടിച്ചത് ചൈനയാണ്. അതല്ലോ, ചൈനയാണല്ലോ. ചൈനയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഈ സൗദി അറേബ്യ കൊടുത്ത കാരണം. അങ്ങോട്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തേക്കും ഫ്ലൈറ്റുകളുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ലോകം മുഴുവൻ എത്തിക്കാൻ ഇവിടെ ഒരു അസുഖം ഉണ്ടായാൽ മതി. ഇനി പാവപ്പെട്ട രാജ്യങ്ങളായ ഈ ആഫ്രിക്ക, ഇവിടെ സൗത്ത് അമേരിക്ക, ഇന്ത്യ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പെട്ടെന്ന് എത്താൻ പാടുള്ളതെന്ന് വെച്ചാൽ ഈ യൂറോപ്പും ഗ്രീൻലാൻഡും കാനഡ, US. കാരണം അവിടെ നല്ല ഈ മെഡിസിൻ കിട്ടും ആൾക്കാർക്ക്. അപ്പോൾ ബാക്ടീരിയയിൽ അങ്ങനെ എഫക്റ്റ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ അതിനെ ചെറുക്കാനായിട്ട് ഡ്രഗ് റെസിസ്റ്റൻസും പിന്നെ ഈ അവിടുത്തെ ഈ കോൾഡ് ക്ലൈമറ്റിൽ ഇത്തിരി പാടാം. അപ്പം അതും ഒന്ന് അഡ്വാൻസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മോനൊന്ന് ബൂസ്റ്റ് ആവട്ടെ, സ്റ്റാലിൻ. ഇനി ഇതിൻ്റെ ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ മുമ്പ് നമുക്ക് എല്ലായിടത്തും എത്തിക്കണം. ഇനി ഇതാണ് മെയിൻ. ഒരേ സമയമുള്ള വെള്ളത്തിൽ കൂടെ വായിലൂടെ ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റ് ആവും. വട്ടേന്ന് ഇൻഫെക്ഷൻ കൂടും. വന്നതെന്ന് വെച്ചാൽ 2012 സംതിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് 8 വർഷം കണ്ടു കഴിഞ്ഞിട്ടാണ് കോവിഡ് ഉണ്ടാവുന്നത്. കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊരു ഗെയിമാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. ഇനി ഇത് കൊന്നു തുടങ്ങണം പയ്യെ. ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ആദ്യത്തെ ആൾ അഫ്ഗാനിസ്ഥാനിൽ മരിച്ചു. ഈ ഓരോ പുതിയ രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുമ്പോഴാണ് ഇത് ഈ സിമ്പിൾ ഈ റെഡ് കാണുന്നത്. ഇതിന്റെ മ്യൂട്ടേറ്റ് ആകുമ്പോൾ ഓറഞ്ച് കളറിൽ വരും. ഓക്കെ, നമ്മൾ മെയിൻ സാധനം എടുക്കാം. ഈ സിംറ്റംസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് വേർപ്പും കൂടി ഇരുന്നുണ്ട്. ഇന്ത്യ ചോക്കുമെന്നൊക്കെ ഇവിടെ LDFുകാർ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എന്നാ പറഞ്ഞേ നോക്കി. ഇവരുടെ സമയം നോക്കിയതുണ്ട് ലെസ് ദാൻ 1 ഇയർ. അതിന് ഈ ഒരു 1 ഇയർ നമുക്ക് ടൈം ഉള്ളൂ. ഇനി അതിനെ ഒരു ക്യൂർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാത്തിനെയും തട്ടണം.
ഫീൻലാൻഡ് ഇതുവരെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ ഒത്തിരി ടഫാണ്. ഇനി ക്യൂറിങ് ഇത്തിരി പുറകോട്ടാക്കാം. ഇതുവരെ 63 മില്യൺ ആൾക്കാർ നന്നായിട്ട് വൈറലായിട്ടുണ്ട്. എല്ലാവരും ക്യൂർ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. ഒട്ടും നല്ലതല്ല. മാക്സിമം ആൾക്കാരെ കൊല്ലാനുള്ള പരിപാടിയാവും. ഇനിയും കൊല്ലാണ്ട് മറ്റേ ക്യൂറ് കണ്ടുപിടിക്കാൻ താമസിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും ജയിക്കാനായിട്ട്. അബ്സല്യൂട്ട് സൈക്കോപാത്ത് കളിയാണ്. അബ്സല്യൂട്ട് സൈക്കോപാത്ത്. ഓക്കെ, ഫ്രാൻസിന്റെ കാര്യം തീരുമാനമായി. ഇത് 100 എല്ലാവരിലേക്കും അപ്പം തന്നെ ക്യൂർ എത്തിക്കും, വാക്സിനേറ്റ് ചെയ്യും, അപ്പം കളി തീരും. അതിന് മുന്നേ കുറച്ച് DNA പോയിന്റ് കിട്ടുവാണെങ്കിൽ ഒരാവശ്യമുണ്ടായിരുന്നു. ഇതിടുവാണെങ്കിൽ ഓക്കെ, എത്രയാണെങ്കിലും 72-ലല്ലേ, അതിട്ടാൽ പെട്ടെന്ന് 66-ലേക്ക് മാറി. ക്യൂർ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി സ്ലോ ആയി. ഇത് ജയിക്കാൻ ഇത്തിരി സാധ്യതയുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് ജയിക്കാനായിട്ട്. ഞാനൊരു 5-6 പ്രാവശ്യം ചെയ്തിട്ട് കളിച്ചിട്ടുണ്ട് ബ്രൂട്ടൽ. എല്ലാ പ്രാവശ്യം ബ്രൂട്ടലായിട്ട് ഞാൻ തോന്നും. പിന്നെ എൻ്റെ സൗണ്ടും ഇത്തിരി പോയിരിക്കുമോ, എനിക്കൊരു അസുഖം പിടിച്ചിട്ടുണ്ട്. എനിക്കും കഴിഞ്ഞ 2 ദിവസമായിട്ട് പനിയൊക്കെയാണ്. പനിയും തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ അസുഖങ്ങൾ വന്നോട്ടെ. ഇത് കോമയിലായി പടവാകും. ഇൻസോംനിയ. ജസ്റ്റ് വലിയ പ്രശ്നമില്ലാത്തൊരു വൈറസ്. ജസ്റ്റ് ചുമയൊക്കെ ഉണ്ടാകും. എല്ലായിടത്തും സ്പ്രെഡായി കഴിഞ്ഞിട്ട് പെട്ടെന്ന് മ്യൂട്ടേറ്റ് ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ പിന്നെയും പെട്ടെന്ന് അത് ഇൻഫെക്റ്റ് ചെയ്യും. അങ്ങനെ ഇന്ത്യയിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ട്. ഈ 5 മില്യൺ ആൾക്കാരും കൂടി ഉള്ളൂ. എത്ര പേരുണ്ടാകുന്നത്? ജപ്പാനുണ്ട്. ജപ്പാനൊക്കെ തീർന്നു. ഇന്ത്യ ഇപ്പൊ തീരും. പാകിസ്ഥാനോ? പാകിസ്ഥാനില്ലേ? തന്നെ ഉണ്ടാവണമല്ലോ. ഉണ്ടല്ലോ. ഇപ്പൊ തീരും. തീർന്നു. ഓക്കെ. 4000, 2000, 792. ഓക്കെ ഗൈസ്, ഞാൻ ഹാപ്പിയായി. ഇതെന്തായാലും ജയിക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ലാണ്ട് കളിച്ചാണ്. ബ്രൂട്ടൽ ഡിഫിക്കൽറ്റി നമ്മളങ്ങനെ ബീറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ശരി, ഗുഡ് ബൈ.